അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും നമ്മിൽ നിന്നും ഇന്ന് വിട പറഞ്ഞ മഹാനായ തോക്ക അഹമ്മദ് മൗലവി എന്ന സ്വാത്വികനായ പണ്ഡിതനെക്കുറിച്ചാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മാലിക് ദിനാറിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് തളങ്കര. ഈ മണ്ണിൽ ഒരു ദേശത്തിൻ്റെ മഹാചരിത്രം പേറുന്ന കാളിയാർ കുടുംബം എന്ന തറവാട്ടിൽ ഇന്നലകളുടെ പ്രതാപം നിലനിർത്തി മതസാമൂഹിക രംഗത്തെ ദീപമായി നിറഞ്ഞു നിന്നിരുന്നു തോക്ക അഹമ്മദ് മൗലവി എന്ന സ്വാത്വികനായ പണ്ഡിതൻ. സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ തോക്ക അഹമ്മദ് മൗലവി അൽ അസ്ഹരി വഫാത്തായിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല മഹാനവർകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒമാനിലെ മിർബാത്ത് പ്രവിശ്യയിൽ തോക്ക എന്ന സ്ഥലത്ത് പതിറ്റാണ്ടുകൾ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പേരിനൊപ്പം തോക്ക എന്ന സ്ഥലനാമം ചേരുന്നത്. അവിസ്മരണീയങ്ങളായ അനുഭവങ്ങൾ കൊണ്ട് വിശ്വാസികൾക്ക് ആത്മീയ വിരുന്നൊരുക്കുന്ന പ്രദേശമാണ് മിർബാത്ത്. സലാലയിൽ നിന്നും 74 കിലോമീറ്റർ ദൂരമുണ്ട് ഈ തീരദേശ പട്ടണത്തിലേക്ക്. മുഹമ്മദ് ബിൻ ബഅലവി റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യമാണ് മിർബാത്തിന് ആത്മീയ ഭാവം പകരുന്നത്. ചരിത്രപരമായി ഒട്ടേറെ പ്രാധാന്യമുള്ള മിർബാത്തിൽ വേറെയും നിരവധി മഹത്തുക്കൾ അന്തിയുറങ്ങുന്നുണ്ട്. മുസ്ലിങ്ങളുടെ നിത്യജീവിതത്തിൽ പതിവാക്കി വരുന്ന ഹദ്ദാദ് റാത്തീബിൻ്റെ രചയിതാവ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 17ാമത്തെ പിതാമഹനാണ് മിർബാത്തിൽ അന്തിവിശ്രമം കൊള്ളുന്ന സ്വാഹിബുൽ മിർബാത്ത്. ആ മസാറുമായി ആത്മീയ ബന്ധമുണ്ടായിരുന്നു തോക്ക ഉസ്താദിന്. വിവിധ ഭാഷകളിൽ അഗാധമായ പരിജ്ഞാനമുണ്ടായിരുന്നു തോക്ക അഹമ്മദ് ഉസ്താദിന്. നിരവധി ഒമാനി വിദ്യാർത്ഥികളും മഹാനവർകൾക്ക് ശിഷ്യന്മാരായി ഉണ്ടായിരുന്നു. ഒമാനിലെ സലാലയിൽ 28 വർഷത്തെ പ്രവർത്തനത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി നാടിനും സമുദായത്തിനും വേണ്ടി ജീവിക്കുകയായിരുന്നു മഹാനവർകൾ. മംഗലാപുരം കാദിസ്ഥാനം മർഹൂം CM ഉസ്താദിന് ശേഷം തോക്ക ഉസ്താദ് വഹിച്ചു. ഈ ദേശത്തിൻ്റെ ഇസ്ലാമിക ചലനങ്ങളിൽ അവസാന വാക്കായ തോക്ക ഉസ്താദ് സമസ്തയും സുന്നത്ത് ജമാഅത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചയാളായിരുന്നു. 1947 ഓഗസ്റ്റ് 10 മഹാനവർകളുടെ ജനനം. ഖാദിയാർ മുഹമ്മദ് കുഞ്ഞ് പിതാവും ചെമ്പരിക്ക CM ഉസ്താദിൻ്റെ സഹോദരി ആയിഷ ബീവി മാതാവുമാണ്. പ്രാഥമിക പഠനം നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ധാരാളം പണ്ഡിതന്മാർ ദർസ് നടത്തിയ സ്ഥലമാണ് തളങ്കര. പടന്നയിലെ മാവിലാട് കടപ്പുറത്ത് ദർസിലാണ് ആദ്യം ഓതിപ്പഠിച്ചത്. UK ആറ്റക്കോയ തങ്ങളായിരുന്നു അവിടുത്തെ ഉസ്താദ്. ശേഷം പുതിയങ്ങാടിയിൽ CM അബ്ദുള്ള മൗലവിയിൽ നിന്ന് 2 മാസം ഓതിപ്പഠിച്ചു. ഷെയ്ഖുന KK അബ്ദുള്ള മുസ്ലിയാരുടെ അടുത്ത് പൊന്നാനിയിലെ മഊനത്തുൽ ഇസ്ലാം കോളേജിൽ പഠിച്ചു. അവിടെ പഠിക്കുന്ന കാലത്ത് നാട്ടിക മൂസ മൗലവിയും മംഗലാപുരം ജബ്ബാർ മുസ്ലിയാരും അവിടെ സഹപാഠികളായി ഉണ്ടായിരുന്നു. ശേഷം 1.5 വർഷത്തോളം കൊടുങ്ങല്ലൂർ അഴീക്കോട് അൽ ഇർഷാദ് കോളേജിൽ പഠിച്ചു. ഷുജാഇ മൊയ്തീൻ മുസ്ലിയാരുടെ കുടുംബത്തിൽപ്പെട്ട ഷുജാഇ മുഹമ്മദ് മൗലവിയായിരുന്നു അവിടുത്തെ പ്രധാന ഉസ്താദ്. തുടർന്ന് ഉന്നത പഠനത്തിനു വേണ്ടി ദയൂബന്ദിലെത്തി. വിഖ്യാത മാപ്പിള കവിയായിരുന്ന T ഉബൈദ് സാഹിബ് ഉസ്താദിനെ ഇതിനുവേണ്ടി വല്ലാതെ പ്രേരിപ്പിച്ചിരുന്നു. 5 വർഷം അവിടെ പഠിച്ചു. 3 വർഷം നാട്ടിൽ പോലും വരാതെയാണ് അവിടെ നിന്നിരുന്നത്. ദയൂബന്ദിൽ നിന്ന് ഹദീസ്, അദബ് തുടങ്ങിയ വിജ്ഞാന ശാഖകളിൽ പാണ്ഡിത്യം നേടി. ഷെയ്ഖുൽ ഹദീസ് ഫഖറുദ്ദീൻ അഹമ്മദ്, അൻവർ ഷാ കാശ്മീരിയുടെ മകൻ അൻസാർ ഷാ എന്നിവർ അവിടുത്തെ പ്രധാന ഉസ്താദുമാരായിരുന്നു അക്കാലഘട്ടത്തിൽ. ദയൂബന്ദിൽ നിന്നും വന്ന ശേഷം കോട്ടയം തിരുനക്കര പള്ളിയിൽ ഖത്തീബും മുദരിസുമായി 3 വർഷം സേവനമനുഷ്ഠിച്ചു. ഇന്ത്യക്ക് പുറത്തുപോയി പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്ന മഹാനവർകൾ ഒരു നിമിത്തം പോലെ ഈജിപ്ത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഉസൂലുൽ ഫിഖ്ഹിൽ MA ബിരുദം നേടുകയും അസ്ഹരിയാവുകയും ചെയ്തു. ഈജിപ്തിൽ നിന്നും സലാലയിലെത്തി ആദ്യം ഒമാൻ പെട്രോളിയം മന്ത്രിയുടെ കമ്പനിയിൽ ജോലിയേറ്റു. അപ്പോൾ തന്നെ തൊട്ടടുത്ത പള്ളിയിൽ ഖുതുബയും നിർവഹിച്ചു വന്നു. പിന്നീട് അവിടുത്തെ ഒമാൻ സുൽത്താൻ്റെ ഉമ്മ സലാലയിലെ തോക്കയിൽ ഒരു പള്ളി കെട്ടി. അവിടെ ഖത്തീബായി ഉസ്താദ് നിയമിക്കപ്പെട്ടു. അന്ന് മുതൽ 28 വർഷം ആ തോക്കയിലെ പള്ളിയിൽ സേവനം ചെയ്തു. പിന്നീട് CM ഉസ്താദിൻ്റെ വഫാത്താനന്തരം മംഗലാപുരം ഖാദി സ്ഥാനം ഏറ്റെടുക്കുകയും ശേഷം കേരളത്തിൽ സജീവമായി പ്രവർത്തന രംഗത്ത് നിലനിൽക്കുകയും ചെയ്തു. അല്ലാഹു തആല മഹാനെയും നമ്മെയും സ്വർഗത്തിൽ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.